ഒരു വണ്ടിഭ്രാന്തൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണിത്. ഒരു 8 കൊല്ലത്തോളം മുന്നേ പുള്ളി ഒരു വട്ടം വണ്ടിയൊക്കെ നോക്കിയിട്ട് പിന്നെ പല കാരണങ്ങളാൽ അന്ന് എടുക്കൽ നടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അല്ലേ. കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ നൈറ്റ് സർവീസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി വണ്ടി ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുത്തു വന്നു. ഇനി വൈകിട്ട് ഇത് പോവുകയും ചെയ്യും. ഈ ഒരു മിററിന് 35,000 വില ഉണ്ട് വെച്ചാൽ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ മിറർ. അതായത് ഈ മിറർ ശരിക്കും പറഞ്ഞാൽ 2 സൈഡും അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഓവറാൾ ലുക്ക് ഇന്റീരിയർ. പക്ഷേ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു സംഭവം, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ അതാ. പിന്നെ വേറെ സംഭവം കൂടി കാണിച്ചു തരാം. വിൻഡോന്റെ ആ ഒരു സ്പേസ് ഇതുണ്ടല്ലേ, പ്രീമിയം എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ലൈറ്റ് കണ്ടല്ലേ, ഇങ്ങനെ റീഡിംഗ് ലൈറ്റ് ഉണ്ടാവും. ദെൻ സ്ലീപ്പിംഗ് ലൈറ്റ് ഇപ്പം നമ്മൾ മേളിൽ കൊടുത്തില്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈറ്റ് കൊടുക്കാൻ പറ്റും. മച്ചമാരെല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൽ ഒരു പുതുപുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ കാണുമ്പോൾ തന്നെ ഒരു ബസ്സിനകത്താണ്. ഒരു നൈറ്റ് സർവീസ് വണ്ടിയാണ്. ഒത്തിരി പുതുമകളോട് കൂടി വന്നിട്ടുള്ള ഒരു വണ്ടി കൂടെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മച്ചമാരെ ഞങ്ങളുള്ളത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്താണ്. പൊൻകുന്നത്തുള്ള ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിത് വണ്ടി റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവറായിട്ട് രാവിലേട്ടുണ്ട്, നമ്മുടെ നിമൽ മോൻ ഇവിടെ ഉണ്ട്. എന്താ മോനെ, സുഖമാണോ? സുഖം. മച്ചമാരെ കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ വണ്ടികളൊന്നും ഇല്ലാന്നാണ് കേട്ടത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ നൈറ്റ് സർവീസിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി വണ്ടി ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുത്തു വന്നു. ഇനി വൈകിട്ട് ഇത് പോവുകയും ചെയ്യും. അപ്പോൾ ഇനി അതെ, ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് ഉണ്ട്. പക്ഷെ ഫ്ലാഗ് ഓഫിന് മുന്നേ ട്രിപ്പ് എടുത്ത ചരിത്രമാണ് നമ്മുടെ ഈ വണ്ടിക്കുള്ളത്. പേരും കാര്യങ്ങളൊന്നും നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലല്ലോ. പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. വണ്ടി മച്ചന്മാരെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നാണ് വെട്ടം. അതായത് റെഡ് ബസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് റെഡ് ബസ്സിൽ ലൈവായിട്ടുള്ളത്. അല്ല, മിനിഞ്ഞാന്ന് റെഡ് ബസ്സിൽ വന്ന് ഇന്നലെ വണ്ടി ട്രിപ്പ് എടുത്ത് പോരുന്നതിന് മുന്നേ തന്നെ സീറ്റ് ഫുൾ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ളൊരു റൂട്ടാണ് ബാംഗ്ലൂർ കേരള. കാരണം നമ്മളെ വീട്ടിലത്തെ നമ്മുടെ കുടുംബത്തിൽ എത്ര പേര് ബാംഗ്ലൂർ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നൈറ്റ് സർവീസ് ഈയിടെയായിട്ട് ഒരുപാട് വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ പുതിയ സർവീസ്. എറണാകുളം ടച്ച് ചെയ്തിട്ടാണ് പോകുക, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എറണാകുളംകാർക്കും ബുക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ വേറൊരു ടച്ചാണ്. ഒത്തിരി പുതുമകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ക്യാമറമാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി അവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൺ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി വിഷ്വൽസ് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ മുന്നിൽ. അതും നമ്മൾ എത്തിക്കും. അതല്ല, അത് ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. കാരണം എഞ്ചിൻ പേയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ സൗണ്ട് ഭയങ്കരമായിരിക്കും. നമുക്കിത് വണ്ടിയോടെ ഒതുക്കിയിട്ട് കാമായിട്ട് ക്വയറ്റായിട്ട് നമുക്ക് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒരു കാര്യം കൂടി പറയാം. ലെയ്ലാൻഡ് ആണ്, കണ്ടില്ലേ, അശോക് ലെയ്ലാൻഡ് വണ്ടിയാണ്. 13.5 മീറ്റർ ആണ്. ബാക്കി കാര്യങ്ങൾ ആ മാസം വരെ നമ്മൾ വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പൊൻകുന്നത്തിനടുത്തുള്ള പഴയിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ തൊട്ട് പുറകിലായിട്ട് മണിമലയാറൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ മണി നിമലയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് മുന്നിലുണ്ട് നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ പുതിയ ക്യാപ്പല്ല. അതെ, അതായത് മച്ചാമാരെ നമ്മുടെ ബാംഗ്ലൂർ സർവീസ് നടത്താനായി നമ്മുടെ സ്വന്തം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പുതിയതായി, അതായത് ഓൾറെഡി ഓട്ടം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ സജ്ജമാക്കിയ വണ്ടിയാണ് ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ്. അതിൽ ഒരു വണ്ടിയാണ് ഇത്. 2 വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടാവും. ഷട്ടിൽ സർവീസ് ആണ് ശരിക്കും നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ. ഒരെണ്ണം ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം അവിടെ ഇങ്ങോട്ട് വരും അല്ലേ, ആ രീതിയിലാണ് അതിന്റെ സ്കീം. അപ്പോൾ അതിലൊന്നാണിത്. അതിലൊന്നാണിത്. അപ്പോൾ മച്ചാമാരെ, അപ്പോൾ കളർ സ്കീം ആയാലും ഇപ്പോൾ ക്യാപ്പല ഫ്രണ്ടേജ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. 13.5 മീറ്റർ ആണ്. 13.5 മീറ്റർ ലെയ്ലാൻഡിന്റെ ചേസിലാണ് വണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് ഇതിലൊന്ന് അടുത്തറിയല്ലേ. അതെ, ഒരു കാര്യം കൂടി പറയാം മച്ചന്മാരെ. ഒരു വണ്ടിഭ്രാന്തൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണിത്. ഒരു 8 കൊല്ലത്തോളം മുന്നേ പുള്ളി ഒരു വട്ടം വണ്ടിയൊക്കെ നോക്കിയിട്ട് പിന്നെ പല കാരണങ്ങളാൽ അന്ന് എടുക്കൽ നടന്നിട്ടില്ല. പക്ഷേ ആ ഒരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അല്ലേ. അല്ലെങ്കിലും ഈ വണ്ടി മേഖലയിലേക്ക് വരുന്ന ഒരു 99% ആൾക്കാരും എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു പ്രാന്തില്ലാതെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങില്ല. കാരണം അത്രത്തോളം റിസ്ക് ഉള്ളതും അത്രത്തോളം പ്രാന്തുള്ളതുമായിട്ടുള്ളൊരു ഫീൽഡാണ് ഈ ബസ് സർവീസ്, അല്ലെങ്കിൽ റൂട്ട് ബസ് ആയിക്കോട്ടെ, നൈറ്റ് സർവീസ് ആയിക്കോട്ടെ, ഇനി എന്താ ടൂറിസ്റ്റ് ബസ് ആയിക്കോട്ടെ, എല്ലതും. ഓക്കെ, അപ്പോൾ മച്ചാൻ പറയാം, നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിലേക്ക് വരുമ്പോൾ നിമലാദ്രി പറഞ്ഞു ഇന്നലെ ട്രിപ്പ് എടുത്തു. ഇന്നിപ്പോൾ വൈകിട്ട് 6:00 കൂടി രണ്ടാമത്തെ ട്രിപ്പ് ചെക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകും. ഇപ്പോൾ സമയം സത്യം പറഞ്ഞാൽ 4:10 വൈകിട്ട് 6:00 കൂടി വണ്ടി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുന്നേ നമ്മുടെ റിവ്യൂ കാര്യങ്ങൾ തീർക്കണം. വണ്ടിയിലേക്ക് വരുമ്പോൾ
എന്തൊക്കെയാണ് പറയാനുള്ളത്? വണ്ടിയിലേക്ക് പ്രത്യേകിച്ച് കളർ സ്കീമാണ്. ബ്ലാക്കും ഓറഞ്ചും കൂടിയിട്ടൊരു വല്ലാത്തൊരു സ്കീമിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. വണ്ടി എവിടുന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ഹൈലൈറ്റിന്റെ വണ്ടി അല്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകും. കാരണം ആ ഒരു ഓറഞ്ച് കളർ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും അല്ലേ? അത് വേറെ കാര്യം കൂടി പറയാണ്ട് വെച്ചാൽ ഈ ഹൈലൈറ്റ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, വേറെ കുറേ പരിപാടികളുണ്ട്. ഹൈലൈറ്റ് എന്നുള്ള പേര് തന്നെ ഹൈലൈറ്റ് ഓവർസീസ് എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സംഭവം ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഓണറോടൊന്ന് ചോദിക്കാം. വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഇതിനോടനുബന്ധിച്ച് വേറെ ബിസിനസ്സുകൾ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് കളറാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചും ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ സമരെ നമുക്ക് ഏറ്റവും ടോപ്പ് ആ ഒരു പേര് തന്നെ തുടങ്ങാം. കണ്ടില്ലേ, ഏറ്റവും ടോപ്പിലായിട്ട് ഹൈലൈറ്റ് എന്നുള്ള ആ ഒരു പേരിലാണെങ്കിൽ പോലും ആ ഒരു ഓറഞ്ച് കളറൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെയാണ് പേര് പോലും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ക്യാപ്പില ഫ്രണ്ടേജ് ആണ് വണ്ടി വരുന്നത്. ഒരു പകുതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോണറ്റിൻ്റെ വരെയുള്ള ആ ഒരു പോർഷനിൽ വരെ ഓറഞ്ച് കൊടുത്തിട്ട് താഴെ മാത്രം ബ്ലാക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ ക്യാപ്പില ഫ്രണ്ടേജ് ആകുമ്പോൾ തന്നെ എന്ത് വരുന്നുണ്ട്, DRL വരുന്നുണ്ട് അല്ലേ? DRL വരുന്നുണ്ട്. നമ്മൾ ഒരുപാട്, അതായത് 2018 ആ വർഷം മുതൽ തന്നെ നമ്മൾ കണ്ട് ശീലിച്ച 18-17 വർഷം കൊണ്ട് നമ്മൾ കണ്ട് ശീലിക്കുന്നതാണ് ഈ DRL. ഈ DRL ടിപ്പിക്കൽ ആയിട്ടുള്ള ക്യാപ്പില ഫ്രണ്ടേജോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ZS3ക്കും ഈ ഒരു ടൈപ്പ് DRL ആണ് വരുന്നത് അല്ലേ? അതെ. ഇപ്പോൾ നിങ്ങൾ കണ്ട് ഒരു എന്താ പറയുക, ഇപ്പോൾ ZS3 ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു മോഡൽ DRL എന്ന് പറഞ്ഞാൽ. 3 ഹെഡ്ലൈറ്റ് വരുന്ന ഒരു ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നെ നൈറ്റ് സർവീസ് വണ്ടി ആ ഒരു ഹൈറ്റോട് കൂടിയിട്ട് ആ ഒരു ക്യാപ്പല്ല ബോഡി വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ? അതുപോലെ തന്നെ ഈ കൊമ്പാണ്, നമ്മൾ ഈ വോൾവോൻ്റെ കൊമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, ആ വീഡിയോ നിങ്ങൾ കാണും. ഇത് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ആ വീഡിയോ കാണും. അതിൽ പറയുന്നുണ്ട് ഈ ഒരു മിററിന് 35,000 രൂപ വില ഉണ്ട് വെച്ചാൽ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ മിറർ. അതായത് ഈ മിറർ ശരിക്കും പറഞ്ഞാൽ 2 സൈഡും അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു റബ്ബറിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മിറർ ഫോൾഡ് ചെയ്യുക. അപ്പോൾ വലിയ വളവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, ഒരു തട്ടോ മുട്ടോ സംഭവിച്ചു കഴിഞ്ഞാൽ സൈഡിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് പോയ മരുന്ന് തന്നെ തിരിച്ചു വന്നോളൂ. അതെ, അതൊരു മിററിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വെച്ചാൽ BS6 വണ്ടിയാണ്, പുത്തൻ ലെയ്ലാൻഡ് വണ്ടിയാണ്. BS6 ഒരു ഇതൊക്കെ ഇവിടെ കൊടുത്ത് കാണാം. പിന്നെ നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിൻ്റെ ഒരു ലോഗോ, ആ ലോഗോയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് പ്രകാശിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളും കാണാം. പിന്നെ ATP വണ്ടിയാണ്, കർണാടക രജിസ്ട്രേഷനാണ്. കണ്ടില്ലേ, KA51AK2613 രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ മച്ചാന്മാരെ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറാൾ സൈഡ് വ്യൂ. എങ്ങനെയുണ്ട് നിങ്ങളെ? സൈഡ് വ്യൂവിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പോർഷൻ തന്നെ പറയണം. കാരണം ഇപ്പോൾ OBD2 എന്ന് അറിയാമല്ലോ, BS6 OBD2 ആണ് വരുന്നത്. അപ്പോൾ പൊല്യൂഷനും കാര്യങ്ങളും. അപ്പോൾ സൈലൻസർ ഉണ്ടല്ലേ, ഇവിടെ ഒരു കൊമ്പ് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ സൈലൻസറിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അതെ, അപ്പോൾ ഇതാണ് ഇവിടെ ഫ്രണ്ട്. ഇവിടെ എന്താണ് കണ്ടില്ലേ, ഇവരുടെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് മെയിനായിട്ട് സൈഡിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് വൈറ്റ് തീമാണ് വരുന്നത്. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ചെറിയ രീതിയിലൊരു ഓറഞ്ച് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വരുന്നത്. സെൻട്രൽ പോർഷനിൽ മാത്രം വൈറ്റ് നിർത്തിയിട്ട് ബാക്കിൽ കൂടുതൽ ബ്ലാക്ക്, ബാക്കിലും ഫ്രണ്ടിലും ബ്ലാക്ക് കൂടുതൽ, ബ്ലാക്കും ഓറഞ്ചും കൂടുതൽ കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. പിന്നെ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല, www.highlightrodlinks.com. നിങ്ങൾ വെബ്സൈറ്റ് കൂടെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, അതുപോലെ തന്നെ മിച്ചലിൻ്റെ ടയറാണ് ഇപ്പോൾ ലെയ്ലാൻഡിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടതൊക്കെ മിച്ചലിൻ്റെ ടയറാണ്. നല്ല ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട് മച്ചന്മാരെ. സാധാരണ ഡിക്കി, അത് നമ്മളിപ്പോൾ നോട്ട് ചെയ്താണ്, മറ്റു വണ്ടികൾ വന്നിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ഡിക്കിയിൽ ഈ ഒരു ലോക്കും കൂടെ വരുന്നുണ്ട്, ഈ ടൈപ്പ് ലോക്കും കൂടെ. സാധാരണ എന്താ വെച്ചാൽ ഈ ഒരു ലോക്ക് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ കൂടെ ഇപ്പോൾ നമ്മുടെ മറ്റേ ഒരു എല്ലെങ്കിൽ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. എല്ലെങ്കിൽ അല്ല, അത് വേറെ ടൈപ്പ്. ഇത് ട്രയാങ്കിൾ ആണ് ഉള്ളിലല്ലേ, അതായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ടാവും. അതെ, നമുക്ക് മറ്റേ വണ്ടിയുടെ ക്യാബിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് മച്ചന്മാരെ സൈഡിനെ പറ്റി പറയാനുള്ളത്. മെയിൻ റോഡാണ്, നമുക്ക് വല്ലാതെ റോഡിലിറങ്ങി വണ്ടിയുടെ സൈഡ് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ കാണിക്കും. അപ്പോഴേ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് കണ്ടില്ല മച്ചന്മാരെ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ 13.5 മീറ്ററാണ്. സ്ലീപ്പറാണ്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വലുപ്പമാണെങ്കിലും ഹൈറ്റ് നോക്കുമ്പോൾ നമ്മളിത് വല്ലാതെ അറിയില്ല, കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പക്ഷേ ദൂരം നോക്കുമ്പോഴാണ് ഇതിൻ്റെ നീളം ശരിക്കും അറിയണത്. അതെ. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ടിപ്പിക്കൽ ക്യാപ്പെല്ലാം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്ക് വന്നിട്ടുള്ളത്. അതെ, ഒരു ഹൈറ്റ്. അതെ, ഹൈറ്റാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം മറ്റേ സ്ലീപ്പർ വണ്ടിയാണ്, ഫുള്ളി സ്ലീപ്പറാണ്. താഴെയും മേലെയും ബർത്തായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും ഹൈറ്റ് ആ ഒരു സൈഡിൽ നിന്നാണെങ്കിലും ബാക്ക് ഒപ്പം ഒരു വോൾവോ നിർത്തി കഴിഞ്ഞാലും ബാക്ക് നോക്കുമ്പോൾ ഏകദേശം സെയിം ഹൈറ്റ് ആയിട്ട് തോന്നുള്ളൂ നമുക്ക്. അതെ, അത്രയും ഹൈറ്റ് ഉണ്ട് വണ്ടി. യെസ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ക്യാപ്പിലയുടെ ആ ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ DRL പോലെ ഒരു സംഭവം വന്നിട്ടില്ല. ഇപ്പോൾ ക്യാപ്പിലയിൽ നോർമലി വരുന്നതാണ്, സൈഡിലൂടെ ഒരു DRL പോലെ ഒരു സംഭവം വരും. പിന്നെ സാധാ നോർമൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. അപ്പോൾ ഇതാണ് ഇവിടെ ബാക്കിലാണെങ്കിലും ആ ഒരു റെഡ് ബ്ലാക്ക് വൈറ്റ് അധികമല്ലേ ബാക്കിൽ. അതുപോലെ തന്നെ ഈ എമർജൻസി എക്സിറ്റ് ബാക്കിലാണല്ലോ, കണ്ടിട്ടുണ്ടാവും പല വണ്ടിയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. വണ്ടികളും ക്ലീൻ ചെയ്യാനൊക്കെ എന്ത് ചോദിച്ചാൽ ബാക്ക് സൈഡ് അവരങ്ങോട്ട് ഓപ്പൺ ചെയ്തിടും. കാരണം അവിടുന്ന് ഈ പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് മുന്നിൽ കൂടെ ഇറക്കണേക്കാട്ടി സുഖമാണ് ബാക്ക് കൂടെ ഇറക്കാൻ. നമ്മൾ ചിന്തിക്കണം.
ഓക്കെ, അപ്പോൾ അവരുടെ ഒരു അഡ്രസ്സും കാര്യങ്ങൾ നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഫസ്റ്റ് ഫ്ലോർ ബാങ്ക് ജംഗ്ഷൻ, എടപ്പള്ളി, കൊച്ചി, എറണാകുളം. പിന്നെ അത് എവിടെയുണ്ട്, അതായത് ഇത് രണ്ടും എറണാകുളത്തെ അഡ്രസ്സാണല്ലോ. വേറെ സംബന്ധിച്ചു പ്രകാശിന്റെ ഫോണിന്റെ അടിച്ചിട്ട് അതിന്റെ സ്റ്റിക്കർ പോലും പറിച്ചു കളഞ്ഞിട്ടില്ല. അതെ, അതാണ് പുതുപുത്തൻ. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രഷ്നെസ് മാറിയിട്ടില്ല. കാരണം ഒറ്റ ട്രിപ്പ് ആയിട്ടുള്ളൂ. വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളി വരെ ഓടിയിട്ടുള്ളൂ. ഇതുണ്ടല്ലോ മച്ചാൻ വരെ, രണ്ട് സൈഡും ഒരേ മാതിരി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഓൾറെഡി നമ്മുടെ മണിമലയാറാണ് സൈഡിലൂടെ ഒഴുകുന്നത്. പഴയിടം എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മോനെ പുറത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യാം, അകത്തോട്ട് പോവാം. മെയിനായിട്ട് നമ്മൾ കാഞ്ഞിരപ്പള്ളി ടു ബാംഗ്ലൂർ, ഇടയിൽ നമ്മൾ എറണാകുളം ഉണ്ട്. അപ്പോൾ ഒരുപാട് ഭയങ്കര ഒരു കോമ്പറ്റീഷനും ഭയങ്കര ഒരു ഡിമാൻഡുള്ളൊരു ഒരു റൂട്ടാണ് ബാംഗ്ലൂർ കേരള അല്ലേ. അപ്പോൾ അതിലേക്കാണ് പുതിയൊരു ചുവടുവെപ്പായിട്ട് ഹൈലൈറ്റ് വരുന്നത്. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മച്ചാമാരെ, നമുക്ക് നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, റീഷെഡ്യൂൾ ടിക്കറ്റ്, സ്പീഡ് വൈഫൈ, ചാർജിംഗ് പോയിന്റ്, CCTV, ലൈവ് ട്രാക്കിംഗ്, ട്രെയിൻഡ് ക്രൂ, ഇതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. റീഷെഡ്യൂൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ യാത്ര മാറ്റി വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് റീഷെഡ്യൂൾ വരെ ചെയ്യണം. അപ്പോൾ നമ്മൾ മച്ചാമാരെ നമ്മുടെ വണ്ടിക്കകത്തേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറാൾ ക്യാബിൻ ലുക്ക്. ക്യാബിൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ എന്താ പറയുക, നമ്മൾ ടിപ്പിക്കൽ വന്നിരിക്കുന്ന വണ്ടികളിൽ നിന്ന് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് ഇവിടെ. അതെ, എനിക്ക് ആ കളർ തീമാണ് ഭയങ്കരമായിട്ട്. അതെ, അത് നൈസായില്ലേ, ഒരു എന്താ പറയാ, ഒരു വുഡൻ ഫിനിഷ് ആണോ ചോദിച്ചാൽ വുഡൻ ഫിനിഷ് ആണ്, പക്ഷേ ഒരു ഗ്രേ ടച്ച് വരുന്ന ഒരു ഒരു ഗ്രേ വുഡൻ ടച്ചിൽ വരുന്ന ഒരു ഡിസൈൻ. ഇത് വേറെ സംഭവമുണ്ട്. ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലിപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ലൈറ്റ് അതിലേക്ക് അടിക്കുമ്പോൾ ഈ ഒരു കളറിൽ ലൈറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു കളർ ടോണാണ് ആ ലൈറ്റ് അടിക്കുമ്പോൾ. എനിക്കെന്താ തോന്നുന്നത് അറിയോ, നമ്മൾ ഒരു ചെറിയ ഡിസിഷൻ വരെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്. അതെ, കാരണം ഭയങ്കര മാറ്റം. അതെ, പിന്നെന്താ വെച്ചാൽ AC-യുടെ വെന്റിൽ പോലും ഈ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ പറയണ്ട. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിന്റെ മുന്നേ നമുക്ക് നമ്മുടെ ഏട്ടനെ പരിചയപ്പെടാം. ഏട്ടൻ്റെ പേര് രാഹുൽ. മൈക്ക് കൊടുക്കണടാ. ചേട്ടാ എത്ര വർഷമായി ശരിക്കും ഈ വണ്ടി പ്രസ്ഥാനത്തിൽ? വണ്ടി പ്രസ്ഥാനത്തിൽ ഏകദേശം ഒരു 10 വർഷത്തോടടുത്തായിരുന്നു. 10 വർഷത്തോളം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ ആയതുകൊണ്ട് ലോറികളാവും കൂടുതലും ലോറി ആയിരുന്നു. പിന്നെ ബസ്സിലോട്ട് വന്നപ്പോൾ ഇടയ്ക്ക് ചേഞ്ച്. അതെ, ഇപ്പോൾ അതുപോലെ തന്നെ ചേട്ടനോട് ജസ്റ്റ് നേരത്തെ ഇങ്ങനെ ചോദിച്ചു, ഒരു ബസ് ഒരു ചടവണ് ഇങ്ങനെ പാസ് ചെയ്ത് പോയേ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കമ്പുണ്ടോ ചോദിച്ചു. ഏറ്റവും കമ്പ് അതിലാണെന്ന് പറഞ്ഞത് അല്ലേ. ഓടിക്കുന്നെങ്കിൽ ടൂറിസ്റ്റ് ബസ് ചെത്തി ഓടിക്കാം. അതാണ് അത് വേറൊരു ഒരു വികാരം, ടൂറിസ്റ്റ് ബസ് ഓടിക്കുക എന്നുള്ളതാണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പാഷൻ ആണേ പോലും ജോലിയാണ് അതിലുപരി. ഇത് ജോലിയാണോ അതിലുപരി നമ്മൾ ഒരു ശ്രദ്ധ, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണം അതിന് ഓടിക്കുന്നത് തന്നെ. ഉള്ളിലുള്ള പാസഞ്ചർ നമ്മളെ വിശ്വസിച്ചാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ അത്ര കംഫർട്ടായിട്ട് അവരെ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇതിലെന്ന് പറഞ്ഞാൽ അവർ അത്രയും കംഫർട്ടായിട്ട് ഉറങ്ങി പോകാൻ സെലക്റ്റീവ് ആയിട്ട് ഓരോ വണ്ടി സെലക്ട് അത്രയും നന്നായിട്ട്. നമ്മൾ ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ അവൈലബിൾ ആണെങ്കിലും ഇത് നമ്മൾ ഫുള്ള് സ്ലീപ്പറാണ്. അപ്പോൾ അവർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ ഉറങ്ങിപ്പോവുക എന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ രാത്രി വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും അവർ ഉറക്കമായിരിക്കും, 100% ഉറക്കമായിരിക്കും. അപ്പോൾ അവരെ കംഫർട്ടായിട്ട് എടുത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ഒരു ഹമ്പ് ചാടുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. വേറൊരാൾ അവിടെ ഉറങ്ങി കിടക്കുകയാണെന്നുള്ളൊരു ബോധം എപ്പോഴും മനസ്സിൽ വേണം. ബ്രേക്ക് ചെയ്യുമ്പോൾ പോലും അവർ ഉണരരുത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. പുറകിൽ ഇത്ര പേര് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ എത്തിക്കുക. നല്ല നല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കട്ട് ഓഫ് ആണ് അല്ലേ, കട്ട് ഓഫ് ആണ്. ഓവർ സ്പീഡിൽ പോകുന്നില്ലല്ലോ നമ്മൾ ഓവർ സ്പീഡ് എടുക്കുന്നില്ല. നോർമലി ആവറേജ് ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതെ, അതിൽ തന്നെ പോവാം. ഇതിപ്പോ ഫുള്ള് ഗിയർ മാറി വരുമ്പോൾ തന്നെ ഒരു 75-80 റേഞ്ച് ആയി. അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നല്ലാതെ പൈലൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയുണ്ട്, പുതിയ വണ്ടിയാണ്, ലൈലാൻഡ് ആണ്. ഡ്രൈവർമാരുടെ ഒരു ഹരം എന്ന് പറഞ്ഞാൽ ലൈലാൻഡ്. അത് അവിടെ കിട്ടുള്ളൂ, അവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? വണ്ടി ഓടിച്ചിട്ട് ഒരു പ്രശ്നമില്ല, നല്ല വണ്ടിയാണ്. പ്രകാശിന്റെ ബോഡിയാണ്, അവർ നന്നായിട്ട് ബോഡി ചെയ്ത് തന്നിട്ടുണ്ട്.
വേറൊരു സംഭവം ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രകാശ് ലാൽബാഗ് പോയിരുന്നു. അപ്പോൾ ആ വണ്ടി ഇവിടെ ഈ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ലേ അന്ന്, നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ ആ വീഡിയോ നിങ്ങൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് കാണാം. ഇതാവും ഫസ്റ്റ് വീഡിയോ വരും അല്ലേ. അപ്പോൾ 13.5 മീറ്റർ ആണ്. അപ്പോൾ മറ്റേ വണ്ടി അവിടെ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് പോരും. ഈ വണ്ടി ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പോകും ഷട്ടിൽ സർവീസിലെ. ഈ വണ്ടിയുടെ സെക്കൻഡ് ട്രിപ്പ്, മറ്റേ വണ്ടിയുടെ ഫസ്റ്റ് ട്രിപ്പ്. ഇനിയിപ്പോൾ നമുക്ക് ലൈലാൻഡിലൊന്ന് കാണിക്കണല്ലോ വണ്ടി. ലൈലാൻഡ് കാണിക്കണം. ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതെല്ലാവരെയും കൊണ്ട് സർവീസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ബോഡി കെട്ടി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം സർവീസ് സെന്റർ കാണിക്കണല്ലോ. സർവീസ് സെന്ററിൽ കാണിക്കണം. അവർ കെട്ടിയ ബോഡി കറക്റ്റ് ആയിട്ടാണോ എന്ന് അവര് സർവീസുകാർ വാറണ്ടി ഇൻസ്പെക്ഷൻ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അപ്രൂവൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഭാവിയിൽ ഉണ്ടാകുന്ന വാറണ്ടി ക്ലെയിം ചെയ്യണം. പാർട്സിനൊക്കെ വാറണ്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ കറക്റ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നതെന്ന് ഇവര് അപ്രൂവൽ ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെയാ മെയിൻ ആയിട്ട് മീറ്റർ കൺസോൾ ഈ ഒരു എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. എല്ലാം അതായത് ട്രാൻസ്മിഷൻ നോർമൽ ആണെങ്കിലും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തന്നേക്കുന്നത്. സെൻസർ ആണല്ലോ, എല്ലാം സെൻസറാണ്. റിവേഴ്സ് ക്യാമറ കണ്ടില്ലേ, 2 ക്യാമറ ഉണ്ട്. ക്യാബിനകത്ത് ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഫുള്ള് സർവൈലൻസ്. പിന്നെ മറ്റേ ഡിസ്ക് ഫ്രണ്ടൊക്കെ ഡിസ്ക് ആണല്ലോ അല്ലേ? ഡിസ്കാണ്, ബ്രേക്ക് എല്ലാം ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. അപ്പോൾ അച്ഛന്മാർ ഇതാണ് ഒരു ഓവറോൾ ക്യാബിൻ വ്യൂ വരുന്നത് കണ്ടില്ലേ. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഇതൊക്കെ ഈ ഒരു ഏരിയക്ക് മൊത്തത്തിൽ ബ്ലാക്ക് കളർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരാളും കൂടി ഉണ്ട്, നമുക്ക് പുള്ളിനെ പരിചയപ്പെടാം. നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് പുള്ളിനെ ഒന്ന് പരിചയപ്പെടാം. പുള്ളി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതെന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ, അതായത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിന്റെ അടിയിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് അല്ലേ. സാധാരണ എങ്ങനെ വരിക വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ വരിക അല്ലടാ, അതാകുമ്പോൾ അത്രയും സ്പേസും പോകില്ല. ചിന്തിച്ചിട്ട് ഉണ്ടാക്കിയാണ് തോന്നുന്നത്. അതെ, കാരണം ഇത് കറക്റ്റ് ഇവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ തന്നെ ഒരേ ലെവലിൽ ഇത് ഫോൾഡായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബർത്ത് കാര്യങ്ങൾ AC വെന്റ് അല്ലേ, AC വെന്റ് ക്യാബിനിൽ വരെ AC വെന്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ക്യാബിനിൽ ഇവിടെ അപ്പുറത്തുണ്ടാവല്ലോ അല്ലേ, അവിടെയും AC വെന്റ് കാര്യങ്ങൾ. ഇതിനകത്ത് ഓൾറെഡി ക്യാബിനകത്ത് AC വെന്റ് വരേണ്ടതാണ്. പക്ഷെ നമ്മള് ലോങ് പോകുമ്പോൾ രാത്രി ഡ്രൈവിംഗില് ഉറങ്ങാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ 2 നമ്മൾ ഒതുക്കി. അല്ലെങ്കിൽ നമ്മുടെ ക്യാബിനും AC ആകേണ്ടതാണ്. ഉള്ളില് തണുത്ത മാത്രം പോലെ നമുക്ക് വളരെ കുറച്ച് തണുപ്പൊക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ പോലും ഭയങ്കര തണുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, തണുപ്പ് കൂടുതലാകുമ്പോൾ നമുക്ക് ഓൾറെഡി ഉറക്കമായിട്ട് വരും. അപ്പൊ നമ്മൾ അത് ഇല്ലാതാക്കാനായിട്ടാണ് 2 വെന്റിൽ ഒതുക്കിയേക്കുന്നത്. അഡീഷണൽ മേലും വരണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഫാനുണ്ട്. പിന്നെ മച്ചന്മാരെ മേലെ ഒരു ബർത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോ അഡീഷണൽ ഡ്രൈവർക്ക് എപ്പോഴും ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ. വേറൊരു സംഭവം ഉണ്ട്, മൊത്തം 5 ഡ്രൈവർമാരല്ലേ. അതായത് ഒരു വണ്ടിയിൽ 2 ആൾ വെച്ചിട്ട് 2 വണ്ടിയിൽ 4 ആൾ. ബൈ ചാൻസ് ഒരാൾക്ക് റെസ്റ്റ് എടുക്കണം, എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പകരം കയറാൻ ഒരാൾ. മൊത്തം 5 ഡ്രൈവർമാർ എപ്പോഴും സജ്ജമാണ്. അതായത് ഡ്രൈവർമാർ മാത്രം 5 ആള്, അതിന്റെ പുറമെ അവര് എക്സ്ട്രാ ഉണ്ട്. 3 പേര്. ഒക്കെ സ്പെയർ ആയിട്ട് ഒരാളുണ്ട്. മൊത്തത്തിൽ 8 സ്റ്റാഫാണ് 2 വണ്ടിയും കൂടെ ഉള്ളത്. അതെ. അപ്പോൾ അച്ഛന്മാരെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഡോറിലായിട്ട് കണ്ടില്ല ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെൽക്കം എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട് മച്ചാമാരെ. അപ്പോൾ ഇതാണ് മച്ചാമാരെ ഒരു ഓവറാൾ ഇൻറ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ലുക്കിലുപരിയായിട്ട് ഇപ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്മെല്ലാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവും, പുതിയൊരു വണ്ടിയിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വണ്ടി എന്നല്ല, നമ്മൾ പുതിയൊരു എന്തൊരു സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊരു വല്ലാത്തൊരു സ്മെല്ലല്ലേ, ഒരു ഫ്രഷ് സ്മെല്ല്. അതെ, ഇങ്ങനെ പറയണം. അതെ, സ്മെല്ല് എന്ന് പറയുമ്പോൾ മലയാളികളുടെ കുഴപ്പമാണ്. സ്മെല്ല് എന്ന് പറയുമ്പോൾ അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്നത്. വണ്ടിയുടെ കാര്യത്തിൽ നെഗറ്റീവ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പോൾ അച്ഛന്മാരെ ഇതാണ് ഒരു ഓവറാൾ ലുക്ക് ഇൻറ്റീരിയർ. പക്ഷേ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു സംഭവം, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ, അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സ്ലീപ്പർ, ഇപ്പോൾ പ്രകാശിൻ്റെ ആണെങ്കിൽ പോലും സ്ലീപ്പറിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് അല്ല സൈഡിൽ വരുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കട്ട് ചെയ്ത് പോകും. ഇതെന്ന് പറഞ്ഞാൽ മേലെ നമ്മുടെ തലയുടെ ഈ ഒരു പോർഷൻ വരെ ഇവിടെ വരെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആണ് അല്ലേ മേലെ. പറഞ്ഞപ്പോഴാണ് പല വണ്ടികളും ഇവിടെ കമ്പി മാത്രമാണ് കൊടുക്കാറുള്ളത്. അതെ, ആ കമ്പി ഉണ്ടാകാൻ തന്നെ നമുക്ക് പേടിയാണ്, അപ്പുറത്തേക്ക് ചാടും. ഇത് നമുക്ക് കുറച്ചുകൂടി സേഫ് ആയിട്ട് കിടക്കാം. നമുക്കൊരു ടെൻഷൻ പോയി കിട്ടി. നല്ലൊരു ഉറക്കത്തിന് ടെൻഷൻ പോകല്ലേ ഏറ്റവും നല്ലത്. അതെ, ഇത് കണ്ടില്ലേ,
ഇപ്പോൾ ഇവിടെ 2 പേർക്ക് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ പില്ലോ കാര്യങ്ങളുണ്ട്. പോരാത്തതിന് ബാക്കിൽ ചാരി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തും ചാർജിങ് സോക്കറ്റ്. അതും എടുത്ത് പറയണം, USB-യും കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ മാത്രമല്ല മൊബൈൽ ഹോൾഡർ 2 സൈഡിലേക്ക് ചെരിച്ച വെച്ചിരിക്കുന്നത്. കാരണം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അറ്റത്തെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അതിന്റെ ആ വയറുണ്ടല്ലോ, വയറിങ്ങനെ കിടക്കുമല്ലോ, ഇത് നമുക്ക് കൂളായിട്ട് കിടന്നോളൂ. അതെ, പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ വാട്ടർ ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവിടെയും വെക്കാം. കണ്ടോ, ഇവിടെ ഒരു വേറെ സ്പേസും കൂടെ ഉണ്ട്. പിന്നെ വേറെ സംഭവം എടുത്ത് പറയാനുള്ള മച്ചന്മാരെ, ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരാം, ബാധികളെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിക്കാമല്ലോ അല്ലേ? അതെ, ഇരുന്ന് സംസാരിക്കാമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇതൊരു ബ്ലൂ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്, ബ്ലൂ റെക്സിനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ കൊടുത്തിട്ടുള്ള AC വെന്റും മാറ്റുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയാ ക്ലോസ് ആയി, ഇങ്ങനെയാ ഓപ്പൺ ആയി. നമ്മൾ ക്യാബിലും കണ്ട അതേ സെയിം സാധനം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് ഈ ആംബിയൻ ലൈറ്റ് അല്ല റീഡിംഗ് ലൈറ്റിന്റെ സംഭവം. അതെ, ഒരു ബ്ലൂ ലൈറ്റും വരും, ഒന്ന് കത്തിച്ച് കാണിച്ചു കൊടുക്കും. അതെ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒന്നുമില്ല. ഇവിടെ ഇത് വയ്ക്കുക, വൈറ്റ് ലൈറ്റ്, ഇത് കറക്റ്റ്. അതായത് ഇപ്പൊ എന്തെങ്കിലും വായിക്കാനോ, ഇത് റീഡിംഗ് ലൈറ്റ് ആണ്. അതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ ബർത്തിന് മാത്രം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഓഫ് ചെയ്തു, വൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു, ഇത് അടിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആയി, ഒരു ആംബിയൻ ലൈറ്റ് മാത്രം. പിന്നെ AC കൺട്രോളിങ്ങും ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് AC അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാം അല്ലേ? ഈ സംഭവം ഈ സൈഡത്തെ ഈ സാധനം ഇല്ലേ, ഇതിന്റെ ഡിസൈനും കൊള്ളാട്ടോ. കാരണം ഒരു എന്താ പറയാ, ഒരു വേറെ ടച്ച് അല്ലേ? അതെ, ബീജും ഇനിയിപ്പോ ഒന്നും വേണ്ട, തല ഇനിയിപ്പോ സൈഡിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ ഇരുന്നുറങ്ങാണെങ്കിൽ പോലും ഇങ്ങോട്ട് മറിയൂലേ? അതെ, ഡിസൈൻ മെറ്റീരിയൽസും കൊള്ളാട്ടോ, നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ആണ്. യെസ്. പിന്നെ കണ്ടില്ലേ, ഇവരെ പില്ലോലാണെങ്കിൽ പോലും നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്സിന്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോ ഇതിലും ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ ബർത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് സ്പീക്കേഴ്സിന്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് സ്പീക്കർ. വേണേ ചെറിയ പാട്ടൊക്കെ ഇട്ട് പോകാലല്ലേ? അപ്പോൾ പാട്ടം നൈറ്റ് സർവീസിൽ വിളിച്ചു പറയാലോ, ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ഇറങ്ങിക്കോളിന്ന്. അതെ, ആ സംഭവം. പിന്നെ ഇത് കണ്ടില്ല മാച്ചമാരെ, ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോൾ സാധാരണ ഇതിൽ ഏറ്റവും ബാക്കിൽ കിടക്കാനാണ് ബുദ്ധിമുട്ട്. ഇവരെന്ത് ചെയ്തു വെച്ചാൽ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഒരു പരിധി വരെ അത് അതിൻ്റെ ഒരു യാത്രാസുഖം കിട്ടും. എന്താ വെച്ചാൽ തലപടയാകുമ്പോൾ ഇങ്ങനെ ആടും. ഇതെന്താ വെച്ചാൽ തിരിച്ചു കൊടുത്തോണ്ട് തന്നെ ഇവിടെയും വലിയൊരു ബുദ്ധിമുട്ട് വരൂല. പിന്നെ കോണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ ഒരു കംഫർട്ടായിട്ട് കയറാൻ വേണ്ടി കോണി കാര്യങ്ങളൊക്കെ അതുണ്ട്, അതൊക്കെ എല്ലാ വണ്ടികളിലും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പക്ഷേ ഉള്ളിലെ കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും പറയേണ്ട പനി? വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതല്ലേ, അതായത് ഇവർ ചൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ? സംഭവം സിംഗിളോ അല്ലെങ്കിൽ ഡബിൾ കളറോ ആയിട്ട് ഒതുക്കാതെ ഒരുപാട് കളർ ഉണ്ട് ഇതിലിപ്പോ 1 2 3 4 5 കളർ മിക്സ് ചെയ്ത് കൊടുത്തില്ലേ. പക്ഷെ ഇത് ഭയങ്കര പ്രീമിയം ആണ്. അതെ, കാണാൻ ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലുക്ക് ഉണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരുപാട് കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വേണ്ടാത്ത രീതിയിലായിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ട് കാണുമല്ലോ. പിന്നെ മച്ചന്മാരെ കണ്ടില്ലേ, ഇപ്പോൾ കർട്ടൻ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഈ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ബർത്താണ്. ഇവിടെയും ഇത് സെപ്പറേഷന് വേണ്ടിയിട്ട് കർട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ വേറെ സംഭവം കൂടി കാണിച്ചു തരാം. വിൻഡോൻ്റെ ആ ഒരു സ്പേസ് ഇത് കണ്ടില്ലേ, ഇത്രയും വ്യൂ വരുന്നുണ്ട് കേട്ടോ. അതായത് വിൻഡോ സ്പേസും അത്യാവശ്യം ഉണ്ടല്ലേ അല്ലേ? പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പോൾ നമ്മുടെ മണിമലയാറ് ആണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് മച്ചന്മാർ ഉള്ളിലെ കാര്യങ്ങളുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടിയുടെ ഓണറൊന്ന് പരിചയപ്പെടാം, പുള്ളിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ മച്ചന്മാരെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഓണറായിട്ടുള്ള അഭിലാഷേട്ടനെ പരിചയപ്പെടാം. അഭിലാഷേട്ടനെ പരിചയപ്പെടുന്നതിൻ്റെ മുന്നേ പുള്ളിനെ പറ്റി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഓവർസീസ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് നമ്മുടെ അഭിലാഷേട്ടൻ. പക്ഷേ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി എന്നുള്ളൊരാഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അഭിലാഷേട്ടൻ ഇതാ ഇവിടെ ഉണ്ട്. അഭിലാഷേട്ടാ നമസ്കാരം. നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ ഷാൽ വി സ്റ്റാർട്ട്? യെസ്. അപ്പോൾ അഭിലാഷേട്ടാ, പണ്ട് ഒരു വോൾവോ എടുക്കാൻ പോയിട്ട് പിന്നീട് അത് വേണ്ടാന്ന് വെച്ചൊരു കഥ നമ്മൾ കേട്ടു. അതെന്താണ് സംഭവിച്ചത്? അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് സർവീസ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിൽ പോയതാണ് ശരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ വോൾവോ എടുക്കാൻ അന്ന് ഒരു 10 years ബിഫോറാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കൊരു അപ്പോഴത്തെ കപ്പാസിറ്റി വോൾവോ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഹെവി ഡ്യൂട്ടി ആണല്ലോ ഈ ബസ് ചെയ്യുക. അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു.
പിന്നീട് എപ്പോഴെങ്കിലും ഒരു പുതിയ വണ്ടി എടുക്കാൻ പറ്റുന്ന സമയത്ത് എടുക്കാം എന്നുള്ള രീതിയിൽ. ലൈലാൻഡോ ടാറ്റയോ പോലല്ലോ, വലിയൊരു സംഭവമല്ലേ വോൾവോ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കൈവയ്ക്കാൻ ഒന്ന് മടിച്ചൊന്ന്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം എങ്ങനെയാണ് ലൈലാൻഡിലേക്ക് വന്നതും അതുപോലെ തന്നെ പ്രകാശിലേക്ക് പോയിട്ട് ബോഡി കിട്ടി ഇറക്കിയതും അതിൻ്റെ ഒരു കഥ എങ്ങനെയാണ്? ലൈലാൻഡ് ഇപ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് ഈ ഒപ്പീനിയൻസ് നമ്മൾ കേട്ടതാണ്. ശരിക്കും ലൈലാൻഡ് ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റ് ആവില്ലേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ലൈലാൻഡാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലൈലാൻഡാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഒന്നത് അതിൻ്റെ ഈസി മെയിൻ്റനൻസ്, പിന്നെ ഡ്രൈവേഴ്സിനാണെങ്കിൽ പോലും അത് ഒരു പരിധി വരെ അവർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നൈറ്റിലുണ്ടാകുന്ന ഈ ഇഷ്യൂസൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ബ്രേക്ക് ഡൗൺസൊക്കെ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രകാശ് ചൂസ് ചെയ്യാനുള്ള കാരണം എങ്ങനെയാണ്? പ്രകാശ് ഇപ്പോൾ ലൈലാൻഡിൻ്റെ ബോഡി എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് പ്രകാശ് തന്നെയാണ്. അതും ക്യാപ്പല്ല ഫ്രണ്ടേജ്. ക്യാപ്പല്ല, പ്രത്യേകിച്ച് ക്യാപ്പല്ലയുടെ ഒരു ഷേപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. ശരിക്കും ഇതിൻ്റെ പ്ലാന് നല്ലല്ല, ഒരു 6 മാസം മുന്നത്തെ പ്ലാനാണ്. ആ സമയത്ത് തന്നെ ക്യാപ്പല്ല ബോഡിയോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, ക്രേസ് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് വളരെ ക്യൂട്ടാണ്, കാണാൻ നല്ല രസമല്ലേ. അതാണ് ഓടി വരുന്ന കാണാൻ. അതെ, ഓടി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് നൈറ്റ് വ്യൂ, കാരണം നമ്മളിത് നൈറ്റ് സർവീസ് ആണല്ലോ. ഇപ്പം നൈറ്റ് സർവീസ് ഈ ലൈറ്റൊക്കെ ഇട്ട് ഈ ബോഡി ഈ ലൈറ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും. ഈ കർട്ടൻസ് ഒക്കെ ഒരുപാട് വട്ടം പുകഴ്ത്തി പറയാൻ വാക്കുകളില്ല. കാരണം അതിൻ്റെ ഇന്റീരിയറിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, കളർ തീം ആയിക്കോട്ടെ, ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഐഡിയ നിങ്ങൾ ഇരുന്ന് ആലോചിച്ചിട്ട് ചെയ്തതാണോ? നമ്മളും പ്രകാശിലെ സ്റ്റാഫ് ഉണ്ടല്ലോ, ഒരു ഇന്റീരിയേഴ്സ് ചെയ്യുന്നവരുടെ ടെക്നീഷ്യൻസ് ഉണ്ടാവും. അവരും ഐഡിയ തരും, പിന്നെ നമ്മളുടെ ഐഡിയ അവരോട് പറയും. അങ്ങനെ രണ്ടും കൂടെ സംഭവമൊക്കെ ഇതൊക്കെ അവര് നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിട്ട് അങ്ങനെ ചൂസ് ചെയ്തായിരിക്കും ഈ സംഭവമൊക്കെ? ഇത് ഒരു ഓപ്ഷൻ തന്നാ. ഇത് കുറച്ച് പ്രീമിയം സംഭവമാണ് തോന്നുന്നില്ലേ? പ്രീമിയം എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ലൈറ്റ് കണ്ടില്ലേ, ഇങ്ങനെ റീഡിങ് ലൈറ്റ് ഉണ്ടാവും. ദെൻ സ്ലീപ്പിംഗ് ലൈറ്റ് ഇപ്പം നമ്മൾ മേളിൽ കൊടുത്തില്ലെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈറ്റ് കൊടുക്കാൻ പറ്റും. സെപ്പറേറ്റ് കൊടുക്കാം. ആംബിയൻ ലൈറ്റ് പോലെ സെറ്റപ്പ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള റൂട്ട് കാഞ്ഞിരപ്പള്ളി സ്വന്തം നാടായതുകൊണ്ടാണോ ഇങ്ങോട്ട് റൂട്ട് ഇട്ടത്, അതോ ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം? മെയിനായിട്ട് നാടിനായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ റൂട്ടിൽ ശരിക്കും വേറെ ബാംഗ്ലൂർ വണ്ടി ഈ റൂട്ടിൽ നിന്നില്ല, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നില്ല. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുണ്ട്, പക്ഷെ നമ്മുടെ വണ്ടി പോകുന്ന റൂട്ടിലില്ല. നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ റൂട്ട് കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്, പാമ്പാടി, മണർകാട്, കോട്ടയം, പിന്നെ നോർമൽ റൂട്ട് എറണാകുളം, അങ്ങനെ തൃശ്ശൂർ, കോയമ്പത്തൂർ, സേലം, കൃഷ്ണഗിരി, അങ്ങനെ പോകും. ഈ ടൈമിങ് ഇവിടുന്ന് ഇപ്പോൾ എത്ര മണിക്ക് എടുക്കല്? കാഞ്ഞിരപ്പള്ളിയിൽ 6:45 ആണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ചാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ചാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഒരു പിക്ചർ കിട്ടണമെങ്കിൽ ഒരു 1 വീക്കെങ്കിലും എടുക്കും. കറക്റ്റ് അതിൻ്റെ ഒരു ആവറേജ് എടുത്താലേ നമുക്കൊരു എക്സാക്റ്റ് ടൈം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ ടൈമിലേക്ക് ഓടി എത്താൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ 80 കട്ട് ഓഫ്. ഇതിൽ ഒരു പരിധി ഉണ്ടല്ലോ. അതെ, കട്ട് ഓഫ് ഒരു ഇഷ്യൂ ഉണ്ട്. എറണാകുളത്ത് ഏകദേശം ഒരു 9:30 ആ ടൈം ആകുമ്പോൾ എത്തൂല്ലേ? എത്തും. അപ്പോൾ ട്രാഫിക് ഇല്ലെങ്കിൽ, ഹെവി ട്രാഫിക്കും റെയിൻ ഒന്നും ഇല്ലെങ്കിൽ റോഡിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കന്നി ഓട്ടം നമ്മള്. പക്ഷേ നമ്മൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഫുള്ളായിരുന്നു. റെഡ് ബസ് നമുക്ക് ഭയങ്കരമായിട്ട് ബുക്കിംഗ് തന്നു. റെഡ് ബസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിക്കും തലേ ദിവസമാണ് റെഡ് ബസ്സിൽ ശരിക്കും ആക്റ്റീവ് ആയത്. ഓൺലൈനിൽ ബുക്കിംഗ് ആക്റ്റീവ് ആയത് തലേ ദിവസമാണ്. ശരിക്കും തേഴ്സ്ഡേ ഈവനിങ് ആണ് ആക്റ്റീവ് ആയത്. ശരിക്കും ഫ്രൈഡേ മോർണിംഗ് വരെ എനിക്ക് ഒറ്റ ബുക്കിംഗ് പോലും ഇല്ല. പക്ഷേ ഈവനിങ് ആയി ഒരു 4 o'clock ഫുള്ളായി. നമ്മളെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്തൂടെ? തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം, റെഡ് ബസ് വഴി ബുക്ക് ചെയ്യാം, ഏജൻസ് ത്രൂ ബുക്ക് ചെയ്യാം. റേറ്റ് വ്യത്യാസം സെയിം അല്ലേ? ഇല്ല, റേറ്റ് എല്ലാം സെയിം ആയിരിക്കും. അതുപോലെ നമ്മൾ സ്റ്റാഫിനെ കുറിച്ച് പറഞ്ഞു. മൊത്തം 8ഓളം സ്റ്റാഫ് ഉണ്ടല്ലോ ഇപ്പോൾ. 5 ഡ്രൈവേഴ്സ് ഉണ്ട്, 3 കിളി. അതെ, ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യാൻ വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ, അതോ ഏട്ടൻ തന്നെ മാനേജ് ചെയ്യും? ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ അതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഓഫീസ് ഞാൻ അഡ്രസ്സ് കണ്ടു, എറണാകുളത്ത് ഓഫീസ് ഉണ്ട് നമുക്ക്. ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ ബിസിനസ്സുകളുണ്ട്. അബ്രോഡ് സ്റ്റഡീസ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റഡി അബ്രോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി അബ്രോഡ് ആകുമ്പോൾ മെയിൻ ആയിട്ടുള്ള ബിസിനസ് സ്റ്റഡി അബ്രോഡ് ആണ്. ശരിക്കും ഏതൊക്കെ കൺട്രീസിൽ ചെയ്യുന്നുണ്ട് നമ്മൾ? UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, അങ്ങനെ യൂറോപ്പ് ഓൾമോസ്റ്റ് 28 കൺട്രീസ്, ഷെങ്കൻ കൺട്രീസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കോഴ്സൊക്കെ ഏതൊക്കെ കോഴ്സൊക്കെ ചെയ്യണം? എല്ലാ കോഴ്സുകളും ഉണ്ട്. എല്ലാ കോഴ്സും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ കോഴ്സും അവിടെയും കിട്ടും. അപ്പോൾ അതിന്റെ പേരും ഹൈലൈറ്റ് തന്നെ, ഹൈലൈറ്റ് ഓവർസീസ്. നമ്മളെ ഓഫീസും കാര്യങ്ങളൊക്കെ
എറണാകുളത്ത് തന്നെ എടപ്പള്ളിയിൽ. ശരി. പിന്നെ ബാംഗ്ലൂർ നമുക്ക് ഓഫീസ് ഉണ്ടോ? ബാംഗ്ലൂർ ഒരു ഓഫീസുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി വേണമല്ലോ സ്റ്റാർട്ടിങ് ഏരിയ. പിന്നെ ഒന്ന് തുടങ്ങിയിട്ടുള്ളൂ, ചോദിക്കാൻ പാടണോന്ന് അറിയില്ല. ഇനി അടുത്തത് വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. കാരണം ഈ ഒരു ഫീൽഡ് ഇതിലിപ്പോൾ നമുക്ക് എന്താ പറയുക കൂടുതൽ ചെയ്സ് എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരാളെ പരിചയപ്പെടാം അല്ലേ ഇമലെ? എന്നെയല്ല, അതെ, വണ്ടി മച്ചാൻ. എന്തൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങള് പ്രതീക്ഷിക്കാതെ കണ്ടാണ് ഇദ്ദേഹം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ തന്നെ എങ്ങനെയാ ഒന്ന് പെട്ടത്. പുള്ളിയും നമ്മുടെ സന്തോഷം. ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുപോലെ വ്ലോഗെല്ലാം കണ്ടിട്ടുള്ളൂ. നമ്മള് പുള്ളിയുടെ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ, ജീസസിന്റെ വീഡിയോ. അങ്ങനെ ഭയങ്കര അടുത്ത് പെരുമാറുന്ന ആൾക്കാരൊന്നും നമുക്ക് അറിയേണ്ടിയിരുന്നില്ല. ഭയങ്കര ഇവിടെ വന്ന് നമുക്ക് ഭയങ്കര ഒരു കൂട്ടായി ഞങ്ങള്. അപ്പൊ ചേട്ടന്റെ ചാനൽ പറ്റിയാണെന്നുണ്ടെങ്കിൽ കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യാം. വണ്ടി മച്ചാന്നാണ് ചാനലിന്റെ പേര്. നമ്മുടെ ഫാമിലി പെട്ട ഒരാളാണ്. വണ്ടി ഭ്രാന്തന്മാരുടെ ചാനലാണ് പുള്ളിയുടെ. പുള്ളിയും നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ചാനലും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം. വീണ്ടും കാണാം മറ്റേതെങ്കിലും ഒക്കെ ഒരു വണ്ടിയുടെ അടുത്ത് വെച്ച്. സോ മച്ചന്മാരെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ നമ്മളിവിടെ വെച്ച് അതിൻ്റെ പേര് നമ്മുടെ രാഹുലേട്ടനും പിന്നെ കിളിയായിട്ടുള്ള റനീഷ് അല്ലടാ കിളീൻ്റെ പേര് ബ്രോ, റനീഷ് ബ്രോ അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾക്ക് വീഡിയോ ഒത്തിരി വീഡിയോസ്, അതായത് നമ്മുടെ ക്യാമറ വെച്ചിട്ടൊക്കെ ഒത്തിരി റൺ വിഷ്വൽസ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള റൺ വിഷ്വൽസ് DSLR വെച്ച് എടുത്ത് തന്നിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന ബ്രോ ആയിരിക്കും. ബ്രോ ആയിരിക്കും നല്ല ആണ്. ഓണർ ചേട്ടനും അദ്ദേഹം പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്ലാഗ് ഓഫ് ആണ് വണ്ടിയുടെ. ഏതായാലും ഇപ്പൊ എറണാകുളത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ നമ്മൾ തന്നെ പോണേ. അതെ, ഓടി എത്തുമ്പോഴേക്കും ഏതെല്ലാം ടൈം ആവും. പുള്ളിനെ കൊണ്ട് പോയിക്കൂടെ എക്സ്പീരിയൻസ് ചെയ്യാലോ. അതെ. സോ മച്ചന്മാരെ ചെക്കൻ്റെ വീഡിയോ, നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ വീഡിയോ നമ്മൾ പാല പൊൻകുന്നം വലിയൊരു സൗണ്ട് എന്താ വൈൻഡപ്പ് ചെയ്യണ്ടേ? വൈൻഡപ്പ് ചെയ്യാം മച്ചന്മാരെ. സോ മച്ചന്മാരെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അടിച്ചാണ് പിടിക്കുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി എന്തായാലും ഫോളോ ചെയ്തേക്കാം. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.